യൂട്യൂബ് ചാനൽ. അപ്പം 2019 ജൂണിലെ സയൻസ് ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയൊരു ഡിസ്കഷൻ ആണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാൻ എന്താ പറയുന്നത്, ജസ്റ്റ് വോയിസ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്നും എഴുതുന്നില്ല, ഒന്നുമില്ല, ജസ്റ്റ് വോയിസ് മാത്രം. അപ്പം നമുക്ക് പ്രധാനമായിട്ടും യൂണിറ്റ്സിനെ ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്. അപ്പോൾ പ്രഷറിൻ്റെത് പാസ്കലും, ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ ന്യൂട്ടണും, ഫ്രീക്വൻസി ഹെർട്സുമാണ്, പവറിൻ്റെത് വാട്ടാണ്, റെസിസ്റ്റൻസിൻ്റെത് ഓമാണ്. നമുക്കിനി കുറച്ച് ബേസിക് യൂണിറ്റ്സ് ഉണ്ടല്ലോ, ലെങ്ത്, ടൈം. അതിൻ്റെയൊക്കെ ലെങ്തിൻ്റെ ആണെങ്കിൽ മീറ്റർ, ടൈമിൻ്റെത് സെക്കൻഡ്സ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിൻ്റെത് മോളും, ഇലക്ട്രിക് കറണ്ടിൻ്റെത് ആംപയറുമാണ്. ഇനി നമുക്ക് ടെമ്പറേച്ചർ ഉണ്ട്, അതിൻ്റെത് കെൽവിനും, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടേത് കാൻഡലയുമാണ്. നമുക്കിനി വൈറ്റമിൻസ് ഉണ്ട്. ഫാറ്റ് സോൾബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് A, D, E ആൻഡ് K ആണ്. അടക്കം ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ കൂടെ B12 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ A, D, E, K ആൻഡ് B12, വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ഇത്രയെണ്ണം ലിവറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന വിറ്റാമിൻസിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, അത് ബിയും സിയും ആണ്. അപ്പം ഫാറ്റ് സോലുബിൾ ആണെങ്കിൽ അടക്കും, വാട്ടർ സോലുബിൾ ആണെങ്കിൽ ബിയും സിയും ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ നമുക്ക് പ്രധാനമായിട്ട് 2 പോയിന്റാണ് പഠിക്കാനുള്ളത്. ഇത് കൊണ്ടുവന്നത് കാർലസ് ലിനേയസ് ആണ്. ഇനി എന്തൊക്കെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ ഉള്ളത്? നമുക്ക് 2 ആയിട്ടാണ് അല്ലേ, നോമൻക്ലേച്ചർ 2 ആയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ പാർട്ട് ജീനസ് നെയിമും, രണ്ടാമത്തെ പാർട്ട് സ്പീഷീസ് അല്ലെങ്കിൽ സ്പെസിഫിക് നെയിമുമാണ്. അപ്പം അതുകൂടെ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഒക്ടാ അറ്റോമിക് എലമെൻസിനെ കുറിച്ചായിരുന്നു. അപ്പം 8 ആറ്റംസ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നതിന് എക്സാമ്പിൾസ് ആണ് സൾഫറും സെലീനിയവും. ഇനി ട്രയറ്റോമിക്കിൻ്റെ എക്സാമ്പിളാണ് ഓസോൺ, അതായത് 3 O ചേർന്നിട്ടുള്ള ഓസോൺ, 3 ഓക്സിജൻ ചേർന്നിട്ടുള്ള ഓസോൺ. ഇനി നമുക്ക് ഡയറ്റോമിക് ഉണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, സാധാ ഓക്സിജൻ, അതായത് നമ്മുടെ എയറിലുള്ള ഓക്സിജൻ, O2, നൈട്രജൻ, ഇതെല്ലാം ഡയറ്റോമിക് ആയിട്ട് N2, O2 ഈ രീതിയിൽ നിൽക്കുന്ന മോളിക്യൂൾസ് ആണ്. നമുക്കിനി അടുത്തതായിട്ട് പഠിക്കാനുള്ളത് പാർത്തനോജെനിസിസ്. പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിളാണ്. അവിടെ ഫെർട്ടിലൈസേഷൻ, സ്പേം വഴിയുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും ഫീമെയിലാണ് നടക്കുന്നത്. അതാണ് പാർത്തനോജെനിസിസ്. ഇതിൻ്റെ എക്സാമ്പിൾസ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമ്മൾ ബീസും വാസ്പും എല്ലാം എക്സാമ്പിളായിട്ട് പറയും, ആൻറ്റും സ്നേക്കും എല്ലാം പറയും. പക്ഷേ എല്ലാ ജീവികളും പൂർണ്ണമായിട്ടും പാർത്തനോജെനിസിസ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. നമുക്കിപ്പോൾ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളായിട്ട് ബീസ് ഓർത്ത് വയ്ക്കുക, പക്ഷേ സ്നേക്കിലും വാസ്പിലും ചില ഫിഷസിലും എല്ലാം ഇത് നടക്കുന്നുണ്ട് എന്നുകൂടെ ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. പ്ലാന്റ്സിലെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? വാട്ടർ ട്രാൻസ്പോർട്ട് പ്രധാനമായിട്ടും സൈലത്തിലൂടെയാണ്. അതേസമയം സോലുബിൾ ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ പ്ലാന്റ്സിൻ്റെ മറ്റു പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഫ്ലോയത്തിലൂടെയാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ എക്സാമ്പിൾസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ടൈഡൽ എനർജി, സോളാർ എനർജി, അങ്ങനെയുള്ള നാച്ചുറൽ സോഴ്സസിൽ നിന്നുള്ള എനർജി ടൈപ്സ് എല്ലാം, ഹൈഡൽ എനർജി, ഇതെല്ലാം റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ എക്സാമ്പിളാണ്. പക്ഷേ നാച്ചുറൽ ഗ്യാസ് ആവട്ടെ, ഫോസിൽ ഫ്യൂൽ, കോൾ, ന്യൂക്ലിയർ എനർജി, ഇവയെല്ലാം നോൺ റിന്യൂവബിളിൻ്റെ എക്സാമ്പിളാണ്. ഇനി നമുക്ക് സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു ചോദ്യമാണ് വിബ്ജിയോർ തന്നിട്ട്, അല്ലെങ്കിൽ വിബ്ജിയോറിലെ കളേഴ്സ് തന്നിട്ട് ഏതിനാണ് ഫ്രീക്വൻസി കൂടുതൽ, ഏതിനാണ് എനർജി കൂടുതൽ, ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ, ഇത് എഴുതി തന്നെ പഠിക്കുക. വയലറ്റിനാണ് ഏറ്റവും സ്മോളസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്, വയലറ്റിനാണ്. ഇനി വയലറ്റിൽ നിന്നും റെഡിലേക്ക് പോകുമ്പോൾ, വിബ്ജിയോറിൻ്റെ മേളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങനെ പോകുമ്പോൾ റെഡിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്, അതായത് ഇൻക്രീസിങ് ഓർഡറാണ്. ഈ ഒരു കാര്യം മാത്രം പഠിച്ചു വയ്ക്കുക. ബാക്കി 2 പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും എനർജിയും ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതായത് വിബ്ജിയോറിനാണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ്, പക്ഷേ വിബ്ജിയോറിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയും ഏറ്റവും കൂടുതൽ എനർജിയും. പക്ഷേ വിബ്ജിയോറിൽ നിന്ന് റെഡിലേക്ക് പോകുമ്പോൾ ഫ്രീക്വൻസിയും എനർജിയും കുറയുന്നുണ്ട്, വേവ് ലെങ്ത് മാത്രം കൂടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. ഞാനത് വരച്ച് കാണിച്ചു തരാം. അപ്പം നമുക്ക് വേവ്സിൻ്റെ കേസ് വരുമ്പം വേവ് ലെങ്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടല്ലേ. ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പോയിന്റ് കൂടെ കടന്നു പോകുന്ന വേവ്സിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി, അതെല്ലാവർക്കും അറിയാം. ഇനി ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് എ ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫിൻ്റെ ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി 2 സക്സസീവായിട്ടുള്ള ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫ് തമ്മിലുള്ള ദൂരമാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കും 8 മീറ്റർ. അപ്പോൾ എത്രയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പോയി 8 എഴുതി വെക്കരുത്.
4ആണ്. അതായത് ഇത്രയേ ഉള്ളൂ ആംപ്ലിറ്റ്യൂഡ്. 4ആണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റു പോയിൻ്റാണ് ടൈം പീരീഡ് ഈസിക്കൽ ടു 1 ഫ്രീക്വൻസിയും ടൈം പീരീഡ് ഈസിക്കൽ ടു 1/f ആണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് ഇരിക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോമോജീനസ് ആൻഡ് ഹെട്രോജീനസ് മിക്സ്ചറാണ്. അതായത് യൂണിഫോം ആയിട്ടുള്ള കോമ്പോസിഷൻ ഉള്ളതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീൻ. അതായത് ഒരു സിംഗിൾ ഫേസ് ആയിട്ടാണ് അത് കാണപ്പെടുന്നത്. ഇപ്പം പാലുണ്ട്, സ്റ്റീലുണ്ട്, എയർ ഉണ്ട്, സ്റ്റീൽ, എയർ, ഇതെല്ലാം ഹോമോജീനസ് മിക്സ്ചേഴ്സിൻ്റെ ഹോമോജീനസിൻ്റെ എക്സാമ്പിളാണ്. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു സിംഗിൾ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിഫോം കോമ്പോസിഷൻ ആയിട്ടാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കുക. ഇനി ഹെട്രോജീനസ് ഉണ്ട്. ഹെട്രോജീനസിൽ എന്താ സംഭവിക്കുന്നത്? ഒരിക്കലും ഒരു യൂണിഫോം കോമ്പോസിഷൻ കാണത്തില്ല. ഇപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് എന്താ പറയുന്നത്, ഏതെങ്കിലും 2 വസ്തുക്കളുടെ മിക്സ്ചർ, അതിപ്പം എന്താ പറയുന്നത്, സാൻഡിൽ കുറേ അധികം പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ. അപ്പം അതിനകത്ത് എന്താണ്, അവ തമ്മിലൊരു യൂണിഫോം കോമ്പോസിഷൻ ഉണ്ടോ? ഇല്ല, ഒരു പല ഫേസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് സിറിയൽ ഇൻ മിൽക്ക് അല്ലെങ്കിൽ ബ്ലഡ്, ഇതെല്ലാം ഹെട്രോജീനസ് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് അടുത്ത പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് യൂറിട്രും യൂറിത്രയും. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കിഡ്നി ഉണ്ട്. കിഡ്നിയിൽ നിന്ന് ബ്ലാഡറിലേക്ക് എന്താ പോകുന്നത്? യൂറിറ്ററാണ്. യൂറിറ്റർ, ആരും തെറ്റിക്കരുത്. യൂറിത്ര എന്താണ്? ബ്ലാഡറിൻ്റെ താഴെ നിന്നാണ് തുടങ്ങുന്നത്. യൂറിത്ര ബ്ലാഡറിൻ്റെ താഴെ തുടങ്ങുന്നു. യൂറിറ്ററാണ് കിഡ്നി ആൻഡ് ബ്ലാഡർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ലൂപ്പിന് വിളിക്കുന്ന പേര്. അപ്പം അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് കുറച്ചധികം ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി, ഫാദർ ഓഫ് ഇന്ത്യൻ മോഡേൺ കെമിസ്ട്രി, ഇങ്ങനെ കുറേ അധികം ചോദ്യങ്ങളുണ്ട്. അപ്പം ഫാദർ ഓഫ് ഇന്ത്യൻ കെമിസ്ട്രി എന്ന് പറയുന്നത് PC റേ ആണ്. ഫാദർ ഓഫ് ഇന്ത്യൻ ഫിസിക്സ് എന്ന് പറയുന്നത് ഹോമി ജഹാംഗീർ ബാബയാണ്. ഇനി ഫാദർ ഓഫ് കെമിസ്ട്രി ഇവിടെ ഓർത്ത് വെച്ചേക്കുക, ആൻ്റോണിയോ ലവോയ്സർ ആണ് ഫാദർ ഓഫ് കെമിസ്ട്രി. ഇനി നമുക്ക് അടുത്ത ചോദ്യമുണ്ട്, ഫാദർ ഓഫ് ബയോളജി അരിസ്റ്റോട്ടിലും ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി രാംദേവ് മിശ്രയുമാണ്. അപ്പം മിശ്രയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ എക്കോളജി. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഇതായിരുന്നു, HClലും സിങ്കും കൂടെ റിയാക്ട് ചെയ്യുമ്പം എന്താണ് ഉണ്ടാകുന്നത്? അപ്പം ഒരു ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തൊക്കെയാണ്? സോൾട്ടും ഹൈഡ്രജനുമാണ്. ഇപ്പം HCl പ്ലസ് സിങ്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് ക്ലോറൈഡ് ഉണ്ടാകും. സിങ്ക് ക്ലോറൈഡാണ് അവിടുത്തെ സോൾട്ട്, ഹൈഡ്രജനാണ് ഇവോൾവ് ചെയ്യുന്ന ഗ്യാസ്. അപ്പം അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട കൺഫ്യൂസ് ചെയ്യുന്നൊരു ചോദ്യമാണ് ഐബോളും ഐന് റിലേറ്റ് ചെയ്തുള്ളത്. അപ്പം ഞാൻ അധികം പോയിൻറ്റ്സ് ഒന്നും പറയുന്നില്ല, പ്രധാനമായിട്ടും കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് പ്രധാനമായിട്ടും ഐബോളിൽ സ്ലീറയുണ്ട്, കോറോയിഡ് ഉണ്ട്, അതേപോലെ റെറ്റിനയുണ്ട്. സ്ലീറയാണ് ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ഐ എന്ന് പറയുന്നത്. സ്ലീറ ഔട്ടർ മോസ്റ്റും കോറോയിഡ് മിഡിൽ ലെയറും റെറ്റിന ഇന്നർ ലെയറുമാണ്. ഇത് എഴുതി തന്നെ പഠിക്കുക, എവിടെയെങ്കിലും എഴുതിയിട്ടേക്കുക. സ്ലീറ ഔട്ടർ മോസ്റ്റ് ലെയറും കോറോയിഡ് മിഡിൽ ലെയറും റെറ്റിന ഇന്നർ ലെയറുമാണ്. ഇനി റെറ്റിനയെ തന്നെ മറ്റ് 10 ലെയേഴ്സ് ഉണ്ട്. റെറ്റിന എന്ന് പറയുന്നത് 10 ലെയേഴ്സ് ചേർന്നൊരു ഇതാണെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി മറ്റ് പ്രധാനപ്പെട്ട പോയിന്റ്, റെറ്റിനയെ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്, തെറ്റിക്കരുത്. റെറ്റിനയിൽ ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ സ്പെഷ്യാലിറ്റി റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് നിയർ പോയിന്റ് ഓഫ് ഐസ് 25 സെൻറ്റിമീറ്റർ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നിയർ പോയിന്റ് 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ബേസിക് യൂണിറ്റ്സ്. നമുക്ക് ചില എന്താ പറയുന്നത് ബോഡി പാർട്സിനെ കുറച്ച് ബേസിക് യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. നെർവസ് സിസ്റ്റത്തിൻ്റെയും നെഫ്രോണിൻ്റെയും, നെർവസ് സിസ്റ്റത്തിൻ്റെ കിഡ്നിയുടെ. അപ്പം നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ചെറിയ സെൽ അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയുന്നത്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂറോൺ ആണ്. ഇനി കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് നെഫ്രോണിനെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ന്യൂറോൺ ഒരു സിംഗിൾ സെല്ലാണ്, പക്ഷേ നെഫ്രോൺ എന്ന് പറയുന്നത് കുറേ അധികം സെൽസ് ചേർന്നാണ് നെഫ്രോൺ ഉണ്ടാകുന്നത്. നെഫ്രോൺ ആണ് ഏറ്റവും എന്താ പറയുന്നത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. അതായത് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്ന് ചോദിച്ചാൽ നെഫ്രോൺ. പക്ഷേ നെഫ്രോൺ ഒരിക്കലും ഒരു സിംഗിൾ സെല്ലല്ല, അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഫിസിക്കൽ ചേഞ്ചസിൻ്റെ എക്സാമ്പിൾ, കെമിക്കൽ ചേഞ്ചസിൻ്റെ എക്സാമ്പിൾ. അപ്പം കെമിക്കലായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാവുന്നില്ലെങ്കിൽ, ഒരു എന്താ പറയുക ജസ്റ്റ് ഫിസിക്കൽ അപ്പിയറൻസിൽ മാത്രമേ മാറ്റം ഉണ്ടാവുന്നുള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ചേഞ്ചസ്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് ഐസ്, ബോയിലിംഗ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് ഓഫ് വാക്സ്, ചോപ്പിംഗ് ഓഫ് വുഡ്. ഇവിടെ എല്ലാം എന്താണ്, ഒരു കെമിക്കൽ ചേഞ്ചും ഇല്ല, ജസ്റ്റ് അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് എല്ലാം ഫിസിക്കൽ ചേഞ്ചസിൽ വരുന്നതാണ്. ഇനി നമുക്ക് കെമിക്കൽ ചേഞ്ചസിൽ പറയുകയാണെങ്കിൽ ഡൈജഷൻ. ഫുഡ് തന്നെ എന്താ സംഭവിക്കുന്നത്, ഫുഡിന് കെമിക്കലി ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ഡൈജഷൻ എന്തിന് എക്സാമ്പിളാണ്, കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. ഇതേപോലെയാണ് കമ്പസ്റ്റൻ,
റസ്റ്റിംഗ്, റോട്ടിംഗ്, ബേണിംഗ് ഓഫ് കോൾ, ഇവയെല്ലാം എന്തിന് എക്സാമ്പിളാണ്? കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിളാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു എക്ക അലൂമിനിയം എന്ന് വിളിക്കപ്പെടുന്ന എലമെൻ്റ് ഏതാണ്? അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് നമുക്കറിയാം മെൻ്റലിയമാണ് ഇതിനൊക്കെ പറഞ്ഞു വെച്ചത്. എന്താണ്, നേരത്തെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസ് അദ്ദേഹം പ്രൊഡിക്റ്റ് ചെയ്തു. അപ്പം എക്ക അലൂമിനിയം എന്ന് പറയുന്നത് ഗാലിയവും, എക്ക സിലിക്കൺ എന്ന് പറയുന്നത് ജെർമേനിയവും, എക്ക ബോറോൺ എന്ന് പറയുന്നത് സ്കാൻഡിയവുമാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എക്ക അലൂമിനിയം ഗാലിയമാണ്, എക്ക സിലിക്കൺ ജെർമേനിയമാണ്, എക്ക ബോറോൺ സ്കാൻഡിയമാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വെച്ച് കയറുന്നുണ്ട് അല്ലേ? അപ്പം നമുക്ക് പ്രധാനമായിട്ടും 1 തൊട്ട് 20 വരെയുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പം ഒന്നാമത്തെ എലമെൻറ്റിൻ്റെത് 1 ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രണ്ടാമത്തിൻ്റേത് 2. പക്ഷേ അടുത്ത എലമെൻറ്റിലേക്ക് വരുമ്പം 2 കഴിഞ്ഞു, പിന്നെ 1. അപ്പം 2, 2,1, 2,2 ആണ് ഫോർത്ത് എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇങ്ങനെ പോയി 2,8 വരെ പോകും. അപ്പം 2,8 എന്തിൻ്റെയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെർലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് 2,8. പിന്നെ നമ്മൾ വീണ്ടും 1 തൊട്ട് തുടങ്ങുന്നുണ്ട് അല്ലേ? അപ്പം 10 വരാകുമ്പോൾ 2,8 പിന്നെ നമ്മൾ എങ്ങനെയാണ് 2,8,1, 2,8,2. മഗ്നീഷ്യത്തിനാണ് 2,8,2, അതായത് 12 അറ്റോമിക് നമ്പറുള്ള എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. വീണ്ടും ഇത് എത്ര വരെ പോകുന്നുണ്ട്? 2,8,8 വരെ പോകുന്നുണ്ട്. അപ്പം 2,8,8 ആകുമ്പം 18 ആകുന്നു. വീണ്ടും നമ്മൾ പൊട്ടാസ്യത്തിൻ്റെത് 19 ആണ്, 2,8,8,1 വരും. കാൽഷ്യത്തിൻ്റെത് 20 ആണ്, 2,8,8,2 വരും. അപ്പം നമ്മൾ ഏകദേശം ഒരു 20 എലമെൻറ്റിൻ്റെ വരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റ് വരാനുള്ള ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്, ഇപ്പോൾ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരുന്നു, ഇതിന് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിൽ ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിങ് അണ്ടർഗോ ചെയ്യാനാണ് ടെൻഡൻസി കൂടുതൽ? അപ്പം നിങ്ങൾ നോക്കുക, തൊട്ടടുത്ത സ്റ്റേബിൾ കോൺഫിഗറേഷൻ, ഇപ്പം ഇവിടുത്തെ തൊട്ടടുത്ത ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് 8 ആകാൻ വേണ്ടി 1 ഇലക്ട്രോൺ സ്വീകരിക്കാം. അപ്പം 1 ഇലക്ട്രോൺ സ്വീകരിക്കുക അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ കളയുക, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? അയണിക് ബോണ്ടിങ്ങിന് എക്സാമ്പിളാണ്. പക്ഷേ ഷെയർ ചെയ്യുകയാണെങ്കിലോ, ഇത് നോക്കുക, ഇവിടെ ഇപ്പോൾ 4 എണ്ണം ഷെയർ ചെയ്യാൻ, ഇതിപ്പോൾ ഒരു കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇവിടെ ഇപ്പോൾ എന്താണ്, ഷെയർ ചെയ്യാനായിരിക്കും ടെൻഡൻസി കൂടുതൽ. അപ്പം ഷെയറിംഗ് ആണെങ്കിൽ കോവാലന്റ് ബോണ്ടും, ഒന്ന് സ്വീകരിക്കുകയോ ഒന്ന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അയണിക് ബോണ്ടിങ്ങിനും എക്സാമ്പിളാണ്. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ഡേറ്റീവ് ബോണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിലായിട്ട് പോകേണ്ട കാര്യമില്ല, ഇത് മാത്രം മതിയാകും. കാറ്റഗറി 2 ഇത്രയൊക്കെ ലെവൽ ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ. അപ്പം ഇതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എഴുതിയും വെക്കുക. താങ്ക്സ്.